എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർത്ഥം അധ്യായം 57 ശ്ലോകം 21, 22, 23, 24, 25, 26, 27, 28, 29, 30 10 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ഭഗവാനും കുതിരപ്പുറത്തുനിന്ന് ഇറങ്ങി ഓടുന്ന ശതധന്വാവിന്റെ പിന്നാലെ ഭഗവാനും ഓടുന്നു. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 21. പദാതേർ ഭഗവാൻ തസ്യ പദാദിക്തിഗ്മനേമിനാ ചക്രേണ ശിര ഉത്കൃത്യ വാസസോ വ്യജിനോന്മണിം. ഭഗവാൻ തേരിൽ നിന്നിറങ്ങി കാൽനടയായിട്ട് സഞ്ചരിച്ചു. എന്തുകൊണ്ടെന്നാ ശതധന്വാവ് വാഹനത്തിലല്ല ഇരിക്കണത്, ഓടാണ്. അപ്പൊ അതുകൊണ്ട് ഭഗവാനും ആ രീതി തന്നെ അനുസരിച്ച് പിന്നാലെ ഓട്ടിച്ചെന്ന് ശതധന്വാനെ പിടിച്ച് ഭഗവാന്റെ ആ മഹാത്മ്യമേറിയ ആ സുദർശന ചക്രം കൊണ്ട് അവന്റെ കഴുത്തറുത്തു. എന്നിട്ട് ശമന്തകം എവിടെ വെച്ചിരിക്കുകയാണെന്ന് ആ ഉടുത്ത വസ്ത്രത്തിലും ഉത്തരീയത്തിലും ഒക്കെ തെരഞ്ഞു നോക്കി. ശമന്തകം അക്രൂരിന്റെ കയ്യിലാണെന്നൊക്കെ ഭഗവാൻ അറിയാം. എന്നാലും ബലരാമേട്ടനെ ബോധിപ്പിക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് അവിടെയൊക്കെ തെരഞ്ഞു. അലബ്ധമണിരാഗത്യ കൃഷ്ണ ആഹാഗ്രജാന്തികം വൃഥാഹത ശതധനു മണി തത്ര ന വിദ്യതേ. രത്നം കിട്ടാഞ്ഞപ്പോ ഉടനെ ജ്യേഷ്ഠനായിട്ടുള്ള ബലരാമന്റെ അടുത്ത് വന്നിട്ട് ഭഗവാൻ പറഞ്ഞു, ശതധന്വാനെ കൊന്നതുകൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടായില്ല ഏട്ടാ, അവന്റെ കയ്യില് മണിയൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. തഥാഹബലോ നൂനം സമണി ശതധന്വനാ കസ്മിൻശ്ചിൽ പുരുഷേനസ്ത തമന്വേഷ പുരം വ്രജ. കൃഷ്ണനെല്ലാം അറിയാം, എന്നെ വഞ്ചിക്കുകയാണ് എന്നാണ് ബലരാമസ്വാമി വിചാരിച്ചത്. എന്നിട്ട് ദേഷ്യം വന്നു. അപ്പൊ പറഞ്ഞു, ആ ശതധന്വാവ് ആ മണി ഏതെങ്കിലും ഒരാളുടെ പക്കൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരിക്കും, അയാളെ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളൂ കൃഷ്ണ. വേഗം ദ്വാരകയ്ക്ക് പോയിട്ട് വേഗം അയാളെ കണ്ടുപിടിക്കും. ബലരാമസ്വാമിക്ക് നല്ല സംശയമുണ്ട് അക്രൂരിനെ. അപ്പൊ അക്രൂരിനെ ഉദ്ദേശിച്ചിട്ടാണ് അത് പറഞ്ഞത്. അക്രൂരിനെ ഏൽപ്പിച്ചിട്ടുണ്ടാവും എന്ന് അദ്ദേഹത്തിന് തോന്നി. നിന്റെ ഭക്തൻ എന്ന ഭാവത്തിൽ ഇരിക്കല്ലേ അവൻ, അപ്പൊ അവന്റെ പേര് ഞാൻ പറയണില്ല, നീ തന്നെ അന്വേഷിച്ചറിയ എന്നുള്ള അഭിപ്രായം ആണ് രാമേട്ടന്റെ കൃഷ്ണനോട് പറഞ്ഞത്. ഒക്കെ കൃഷ്ണ അറിഞ്ഞിട്ട് ചെയ്തതാണെന്ന് ശരി അങ്ങനെ അങ്ങോട്ട് വിശ്വസിച്ചു അദ്ദേഹം. എന്നിട്ട് പറഞ്ഞു, അഹം വിദേഹമിച്ഛാമി ദ്രഷ്ടും പ്രിയതമം മമ ഇത്യുക്താ മിഥിലാം രാജൻ വിവേശ യദുനന്ദന. ഞാനേ ശതധന്വാവിനെ കൊന്ന് മണി കിട്ടിയില്ല, ഇങ്ങനെയുള്ള ജനാപവാദം കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ഞാൻ ദ്വാരകയ്ക്ക് വരണില്ല. എനിക്ക് വയ്യ ഇനി അവിടെ ഇരുന്ന് ഇത് കേൾക്കാൻ. നിന്റെ ഇഷ്ടം പോലെ പ്രവർത്തിച്ചോളൂ. ഇങ്ങനെയുള്ള ഒരു വിചാരം മനസ്സിലുണ്ട്. അത് സ്പഷ്ടമാക്കാനായിട്ട് പറഞ്ഞില്ല എന്ന് മാത്രം. ബലഭദ്രസ്വാമി കൃഷ്ണനോട് പറഞ്ഞു, ഞാൻ ദ്വാരകയ്ക്ക് വരുന്നില്ല. എന്റെ പ്രിയ സ്നേഹിതനായ ജനകരാജാവിനെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ മിഥില രാജ്യത്തേക്ക് പോവാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ തിരിഞ്ഞു നോക്കാതെ വേഗം അങ്ങോട്ട് പോയി ബലരാമസ്വാമി. അപ്പൊ അദ്ദേഹം വരണത് കണ്ടു. മൈഥില ജനക രാജാവിന് വളരെ സന്തോഷമായി. ബലഭദ്രസ്വാമിയെ കണ്ടപ്പോൾ സ്വീകരിച്ചിരുത്തണം. തം ദൃഷ്ട്വാ സഹസോത്ഥായ മൈഥില പ്രീതമാനസ അർഹയാമാസ വിധിവത് അർഹണീയം സമർഹണൈഃ. വിചാരിക്കാത്ത സമയത്ത് ബലരാമസ്വാമി വരുന്നത് കണ്ട മിഥില മഹാരാജാവ് അതിസന്തോഷത്തോടും പരിഭ്രമത്തോടും കൂടി എഴുന്നേറ്റ് ഉപചാരം ചെയ്ത് പൂജ്യനായ അതിഥിയെ അർഘ്യം, പാദ്യം, ആചമനം, ചന്ദനം, പൂമാല എന്നീ മംഗളപദാർത്ഥങ്ങൾ കൊണ്ട് സൽക്കരിച്ചു. ഉവാസതസ്യാം ഗതിജിൽ മിഥിലായാം സമാവിഭൂ മാനിത പ്രീതിയുക്തേന ജനകേന മഹാത്മന തതോ ശിക്ഷൽ ഗദാം കാലേധാർത്തരാഷ്ട്ര
സുയോധന. ഉജ്ജനായ അതിഥിയെ ലഭിച്ചത് കൊണ്ട് വളരെ പരമപ്രീതനായി മഹാരാജാവ്. അങ്ങനെയുള്ള മഹാത്മാവായ ആ ജനകരാജാവിന്റെ സൽക്കാരം സ്വീകരിച്ചുകൊണ്ട് ബലരാമസ്വാമി മിഥില രാജ്യത്തിലെ കുറെ കാലം താമസിച്ചു. തക്കതായ അവസരം കിട്ടി. ദുര്യോധനൻ ബലരാമ സന്നിധിയിൽ വന്ന് നമസ്കരിച്ച് ഗദായുദ്ധം ബലരാമനിൽ നിന്ന് അഭ്യസിച്ചു. ഗദായുദ്ധത്തിൽ അത്രയും പ്രാവീണ്യനല്ലേ. അപ്പൊ ദ്വാരകയിലേക്ക് പോകാൻ അത്ര മടിയുണ്ടായിരുന്നു. കൃഷ്ണൻ അവിടെ ഉണ്ടല്ലോ. അതേ ഇപ്പൊ മിഥില രാജ്യത്ത് എത്തിയിട്ടുണ്ട് നമ്മുടെ ബലരാമൻ. ദുര്യോധന വേഗം അവിടെ പോയിട്ട് ഗദായുദ്ധം പഠിച്ചോളൂ എന്നതാ ധൃതരാഷ്ട്ര പ്രേരിപ്പിച്ചു എന്നാ പറയണത് ദുര്യോധനോട്. അങ്ങനെയാണ് ദുര്യോധനൻ ഗദായുദ്ധം വക്രബുദ്ധിയായിട്ടുള്ള ധൃതരാഷ്ട്ര മഹാരാജാവ് പറഞ്ഞതനുസരിച്ച് ദുര്യോധനൻ വേഗം മിഥില രാജ്യത്ത് ചെന്ന് താമസിച്ച് ബലരാമസ്വാമിയുടെ അടുത്തുനിന്ന് ഗദായുദ്ധം അഭ്യസിച്ചു. കേശവോ ദ്വാരകാമേത്യ നിധനം ശതധന്വന അപ്രാപ്തിം ച മണേ പ്രാഹ പ്രിയായ പ്രിയകൃത് വിഭു. ബ്രഹ്മാദി ദേവന്മാരുടെയും നാഥനായ ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ വന്ന് പ്രിയയായ സത്യഭാമയെ സന്തോഷിപ്പിക്കാനായിട്ട് നിന്റെ പിതാവിനെ കൊന്ന ശതധന്വാവിനെ ഞാൻ വധിച്ചു. പക്ഷേ രത്നം അവന്റെ വശം കണ്ടില്ല എന്ന വർത്തമാനം സത്യഭാമയോട് പറഞ്ഞു. തതസ്സകാരയാമാസ ക്രിയാ ബന്ധോർഹതസ്യ വൈ സാകം സുഹൃൽഭിർ ഭഗവാൻ യായാസ്യു സാംപരായികാഹ. അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ സുശരനായ സത്രാജ്യത്തിനെ നടത്തേണ്ടതായ സംസ്കാര ക്രിയകളൊക്കെ എല്ലാ ബന്ധുജനങ്ങളോടും ചേർന്ന് വേണ്ട പോലെ ചെയ്യിച്ചു. അക്രൂരകൃതവർമാജ ശ്രുത്വാ ശതധനോർവധം വ്യൂഷദുർഭയവിത്രസ്തൗ ദ്വാരകായ പ്രയോജകോ. കേട്ടു സത്രാജനെ കൊന്ന മണി അപഹരിക്കാൻ ശതധന്വാവിനെ ഉത്സാഹിപ്പിച്ചവരായ അക്രൂരനും കൃതവർമാവും ഭഗവാൻ ശ്രീകൃഷ്ണൻ ശതധന്വാവിനെ വധിച്ചു. പേടിച്ചവര് ഇനി ഇവിടെ ഇരുന്നാ രക്ഷയില്ല എന്ന് മനസ്സിലായിട്ട് ദ്വാരകാപുരിയിൽ നിന്ന് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാന്ന് പറഞ്ഞ് രണ്ടുപേരും ദ്വാരകയിൽ നിന്ന് പൂട്ടിപ്പോയി. ശതധന്വാവ് യാദവനായതുകൊണ്ട് കൃഷ്ണൻ അദ്ദേഹത്തിനെ കൊല്ലില്ല എന്നായിരുന്നു ഇവരുടെ വിചാരം. കൊന്നതായിട്ട് അറിഞ്ഞപ്പോ ഇനി അദ്ദേഹത്തിനെ ഉത്സാഹിപ്പിച്ച കുറ്റത്തിന് നമ്മളെയും ശിക്ഷിക്കും എന്നുള്ള ഭീതി അവർക്കുണ്ടായതുകൊണ്ടാണ് അവര് ഓടിപ്പോയി. സർവജ്ഞനായ ഭഗവാനാകട്ടെ ഭക്തനായ അക്രൂരനെ ഹിംസിക്കണമെന്ന് അദ്ദേഹം ഭഗവാൻ വിചാരിച്ചിട്ടേ ഇല്ല. അപ്പൊ കൃതവർമാവിനെ ശിക്ഷിക്കണം എന്നുണ്ട്. പക്ഷെ കൃതവർമാവിനെ ശിക്ഷിച്ചാൽ അക്രൂരനെയും ശിക്ഷിക്കണം. അപ്പൊ പിന്നെ വേണ്ടാന്ന് വെച്ചു. എന്നാൽ അവര് ചെയ്ത ആ പാപത്തിന് പ്രായശ്ചിത്തമായി അവര് രണ്ടുപേരും പേടിച്ചൊളിച്ച് കുറെ കാലം ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് രണ്ടുപേരെയും അപ്പൊ വെറുതെ വിട്ടു. കുറച്ചു ദിവസം കഴിയട്ടെ, ശിക്ഷ കൊടുക്കണം എന്ന് ഭഗവാൻ വിചാരിച്ചിട്ടുണ്ട്. അക്രൂരേ പ്രോഷിതേ അരിഷ്ടാന്യാസൻ വൈ ദ്വാരകൗകസാം ശാരീരാമാനസാ താപ മുഹുർദൈവിക ഭൗതികാഹ. അക്രൂരൻ ദ്വാരകയിൽ നിന്ന് കാശിയിൽ പോയി ദാനപതി എന്ന പേരോട് കൂടിയിട്ട് മഹാബ്രാഹ്മണരെ കൊണ്ട് യാഗാദി കർമ്മങ്ങൾ ചെയ്യിച്ച് അവിടെ താമസിച്ചു. അപ്പൊ ധാരാളം ധനം ഉണ്ടല്ലോ, ആ ശമന്തകമണി കയ്യിലുണ്ട്. അപ്പൊ ദിവസവും പ്രതി എത്രയോ സ്വർണങ്ങളാണ് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ടൊക്കെ ധാരാളം ദാനം ചെയ്യുക, അല്ലാതെ അക്രൂരിനെ ഇതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പോ ഇതൊക്കെ കേട്ടപ്പോ അക്രൂരിനെ പുറപ്പെടുവിപ്പിച്ച് അയച്ചത് ശ്രീകൃഷ്ണൻ തന്നെയാണോ എന്ന് ജനങ്ങള് പതുക്കെ പറയാൻ തുടങ്ങി. സത്യഭാമയ്ക്കും ബലരാമനും കുറേശ്ശെ സംശയങ്ങൾ, അവർക്കും സംശയം തോന്നി തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോ ഇതൊക്കെ ഭഗവാന്റെ ചെവിയിലും കേട്ടു. ഇനി ഈ അപവാദം കളയാൻ അക്രൂരനെ വരുത്തി ആക്ഷേപിച്ച് കുറെ പറയണമെന്ന് തീർച്ചപ്പെടുത്തി ഭഗവാൻ അക്രൂരനെ വരുത്താനുണ്ടായ കാരണം ഈ ശ്ലോകം മുതൽ പറയണം. അപ്പൊ അക്രൂരൻ ദ്വാരക വിട്ടു പോയതും ദ്വാരകയിലെ ജനങ്ങൾക്ക് അനേകം അരിഷ്ടങ്ങൾ ഉണ്ടായിന്നാ പറയുന്നത്. പലർക്കും പലവിധം രോഗങ്ങളും അത് നിമിത്തമുള്ള താപങ്ങളും ആദികളും ഭൂകമ്പം മുതലായ ദുർനിമിത്തങ്ങളും അനാവൃഷ്ടി മുതലായ ദൈവിക കാലദോഷങ്ങൾ, ഇങ്ങനെ പല കഷ്ടങ്ങളും പ്രതി ദിവസം ഇങ്ങനെ വർദ്ധിച്ചു വരാതെ. അപ്പൊ അവര് വിചാരിച്ച ഈ അക്രൂരം പോയിട്ടാണെന്നാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഭഗവാന്റെ മഹാത്മ്യം, ഭഗവാൻ അവിടെ ഉള്ളപ്പോ ഇതൊക്കെ ഉണ്ടാവും. ഭഗവാനെ പറ്റി അറിഞ്ഞുകൂടാത്തത് കൊണ്ട് ചിലര് അങ്ങനെ പറയണം എന്ന് മാത്രം. അങ്ങനെ ഭഗവാൻ അതാ അക്രൂരനെ വരുത്തിയിട്ട് ആ എല്ലാം തെളിവ് സഹിതം എല്ലാവരോടും പറയിപ്പിക്കുകയാണ്. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം.
സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓ